ഭയങ്കര നാണം. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യണം. എന്നൊക്കെ എന്തിൻ്റെ എന്നൊക്കെ ഫാൻ ആവണേ ഞങ്ങൾ അത് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും അങ്ങനെ തന്നെ കേൾക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഒരു വിചാരം. ഞാൻ കുറെ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഇത്ര നാളായിട്ട് മര്യാദയ്ക്ക് എനിക്കൊരു സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു നിമിഷം വരെ ഞാൻ നല്ലൊരു ലോങ് വീഡിയോ ഏവൺ എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ ലോങ് വീഡിയോയും കൂടെ ഫോക്കസ് ചെയ്യ്, കാരണം ഇപ്പൊ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് നിന്നെ കുറിച്ച് കുറച്ചും കൂടെ അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ നീ കുറച്ചും കൂടെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നിന്നെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുക. നീ എന്താണ്, എവിടെയാണ് വീട്, എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ എന്താണ് കറങ്ങി ചെയ്യണേ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങോട്ടാ നോക്കണേ, ഞാൻ എങ്ങോട്ടാണോ അറിയില്ല. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സെൽഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ചാനൽ തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. അത് ഭയങ്കര ബാഡാണ്, പക്ഷെ കുഴപ്പമില്ല, എന്താ ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ എന്നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്, പിന്നെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യം, വീട്ടിലാരൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഞാൻ എന്നെ കുറിച്ച് ചെറുതായിട്ടൊന്നൊരു ഡിസ്ക്രിപ്ഷൻ തരാം. എൻ്റെ അടുത്ത് കുറെ പേരെ കമന്റിൽ ചോദിക്കണു, ചേച്ചി എന്താ ചെയ്യുന്നത്, ചേച്ചി എന്താ പഠിക്കുന്നത്, പിന്നെ കുറച്ച് കമന്റ്സിന്റെ ആയിട്ടുള്ള ഒരു എൻ്റെ ഒരു റിപ്ലൈയും കൂടെ ഞാനതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ശരിക്കും ഉള്ള പേരും ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ദേവിക എന്നാണ്, ദേവിക ഉണ്ണികൃഷ്ണൻ, അതാണ് എൻ്റെ ഫുൾ നെയിം വരുന്നത്. ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര് മണ്ണുത്തി ആ ഒരു റേഞ്ചിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ അറൗണ്ട് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ, ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത്. ബിക്കോസ് ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണില്ല. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യണം, എൻ്റെ എന്തെങ്കിലും കണ്ട ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവണം. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. വേണമെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്ററിനൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ടിക്ടോക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് നല്ലൊരു ഫോൺ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉണ്ടായിരുന്ന ഒരു സാംസങ് J2 എന്ന് പറഞ്ഞൊരു ഫോണാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനതിൽ നോക്കിയിട്ടും എനിക്കത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി. ഇപ്പൊ ഇത്രയായിട്ടും എൻ്റെ ഡെയിലി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്ത് എനിക്ക് കുറച്ച് റീച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് ഇന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നാളെ എനിക്ക് ചെയ്യാനായിട്ട് അതൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ ഒരു സമയമായപ്പം പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഫോണിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഉള്ള ഫോണിൽ സ്റ്റാർട്ട് ചെയ്യേ, ഉള്ള ഫോണിൽ ചെയ്യേ. മേ ബി അതൊരു ഒരു സൈഡ് തിങ്കിങ്ങുമ്പം അത് നല്ലതാണ്. പക്ഷെ എനിക്ക് ഞാൻ കൊടുക്കുന്ന കോണ്ടന്റ് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റിയിലൊക്കെ കൊടുക്കണം എന്ന് എനിക്കുള്ളത് കൊണ്ടായിരിക്കാം. മേ ബി എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന്റെ ഒരു 360 ഡിഗ്രി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നല്ല രീതിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതാണെങ്കിലും അപ്പൊ അതൊക്കെ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട്, കാരണം അത്രയും ഓഡിയൻസ് കാണുന്നതല്ലേ, അപ്പൊ അത്യാവശ്യം നീറ്റായിട്ട് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ അങ്ങനെ യൂട്യൂബ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേശ്ശെ ഞാൻ എങ്ങനെ മാറ്റി വെച്ച് ലാസ്റ്റ് ഞാൻ റീസെന്റ് ഒരു 2 months മുമ്പ് ഞാൻ ഒരു ഫോൺ മേടിച്ചു. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ ആഗ്രഹിച്ചത്, ഓഫ്കോഴ്സ് ഫോൺ മേടിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അങ്ങനെ എനിക്ക് പറയാനില്ല, കാരണം എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ എൻ്റെ ബയോയിലാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിൽ ഞാൻ ബയോയിൽ ഇട്ട് വെച്ചിരിക്കുന്നത് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഐ എം ഡ്രോപ്പിംഗ് വിച്ച് ഐ ടേക്ക്. എന്താണോ ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ജേണർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഗെറ്റ് റെഡി വിത്ത് മീസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ സ്റ്റൈലിംഗ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ മേ ബി അങ്ങനത്തെ ഒക്കെ തന്നെയായിരിക്കും എൻ്റെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ എന്നാലും അത് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. നല്ല ചൂടെടുക്കുന്നുണ്ട്, നന്നായി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്തത്. അപ്പോൾ ഐ തിങ്ക് ഇതാണ് ഞാൻ യൂട്യൂബിന് വേണ്ടി ഇരുന്ന് ഓൺ വോയിസിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ്, അതുപോലെ തന്നെ എനിക്ക് സിബ്ലിങ്സ് 3 പേരാണുള്ളത്. ഒരാള് അനിയത്തി, ആള് ഇതുപോലൊരു സ്പെഷ്യൽ ചൈൽഡ് സെന്ററിൽ പഠിക്കുകയാണ്. അതുപോലെ തന്നെ 2 അനിയന്മാരാണ്. ഒരാള്
+2 കഴിഞ്ഞിട്ട് അവൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയൊരു ജോബ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. താഴെയുള്ള ആൾ ഇപ്പോൾ എക്സാം എഴുതി +2ൻ്റെ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അങ്ങനെയാണ്. പിന്നെ പാരൻസ്, പിന്നെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു വൃത്തികെട്ട നായുണ്ട്. ഓക്കെ, അതിന് എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം, എപ്പോഴെങ്കിലൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ. പിന്നെ ഞാൻ എന്നോട് കുറേ പേര് ചോദിച്ചു പഠിക്കുകയാണോ, എന്താ ചെയ്യുന്നത് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുകയല്ല, ഞാൻ 2024 എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഒരു 2 മന്ത് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ ജോബിനും കയറി. ഞാനിപ്പം ആസ് ഓഫ് നൗ ഞാൻ ഒരു സോഷ്യൽ മീഡിയ മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2 ഇയർ ആയിട്ട് അപ്പം ഞാൻ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ പറയാനായിട്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റോറി, അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ പിന്നെ എൻ്റെ അക്കൗണ്ട് ത്രൂ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൈലിംഗ് ആയിട്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ കുറച്ച് കമൻസിനുള്ള റിപ്ലൈ, എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട്. അതായത് എന്നെ കാണുന്നൊരു പ്രാന്തിയെ പോലെ ഉണ്ട്, അങ്ങനെ പിന്നെ എന്താ പറയുക, അത് കൊള്ളത്തില്ല, ഇങ്ങനെ കൊള്ളത്തില്ല, എന്തത് ഓവറാണ്, അങ്ങനെയൊക്കെ കുറേ കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഓക്കെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഞാനിടുന്ന കണ്ടന്റ് 100 പേരും ഒരുപോലെ കാണണമെന്നില്ല. അതിൽ ചിലപ്പോൾ ഒരു 70 പേരെ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റിന് പോസിറ്റീവായിട്ട് എടുക്കണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോന് ഒരു 70% ആൾക്കാർ മാത്രമേ അത് നന്നായിട്ട് എടുക്കുള്ളൂ. ഒരു 30% എന്തായാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ അവിടെ ഉണ്ടാവും. സോ എനിക്ക് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ ശരിക്കും എന്നെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ, ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻറ്റും എനിക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം റിയാക്ട് ചെയ്യാനുള്ളൊരു ഇത് വരും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാ, ഇപ്പം എനിക്കാണെങ്കിലും ഒരാളുടെ വീഡിയോസ് കാണുമ്പോൾ പല അഭിപ്രായങ്ങളും ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ പറയുന്ന ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിലാവില്ല ഞാൻ തിങ്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കണേ, അത് അവരുടെ പെർസ്പെക്റ്റീവിൽ അത് അങ്ങനെയായിരിക്കും, അതങ്ങനെ ആവട്ടെ. പിന്നെ ചില കമൻസിനൊക്കെ ഞാനിങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ കമന്റ് റിപ്ലൈ ഒക്കെ കൊടുക്കും നെഗറ്റീവ്സിന്. അത് ആക്ച്വലി ഞാൻ സ്വീറ്റ് ആയിട്ടല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ ആക്ച്വലി എനിക്ക് നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഒന്ന്, എൻ്റെ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്നുണ്ട്. രണ്ടാമത്തത് കുറച്ച് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാനിപ്പം സ്കിന്നിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വില കൊടുക്കുന്നില്ല. സൺസ്ക്രീൻ പോലും പലപ്പോഴും ഞാൻ ഇടാതെ പോകലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട്. പിന്നെ നല്ല നല്ല കുറച്ചും കൂടെ വീഡിയോസ്, കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ, ഇപ്പോൾ ഉള്ള വീഡിയോസ് എനിക്ക് അത്ര ലൈക്ക് ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യണുള്ളൂ. കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ട്. കുറച്ചും കൂടെ നല്ല നല്ല പ്രൊഡക്ട്സ് കാര്യങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ചെയ്യും. പിന്നെ എല്ലാവരും പറഞ്ഞു കമന്റിന് എന്താ റിപ്ലൈ ചെയ്യാത്ത, നെയിം മീറ്റിംഗ് ചലഞ്ച് എന്താ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞു. എനിക്ക് 9:30 to 5:30 ആണ് എൻ്റെ ഓഫീസ് ടൈം വരുന്നത്. അപ്പം ഞാൻ വീട്ടിലെത്തുമ്പം ഏകദേശം അറൗണ്ട് ഒരു 6:30 ഒക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാനിരുന്ന്, എല്ലാം ഞാൻ തന്നെയാണ് എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യണം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനിരുന്ന് അത് അപ്ലോഡ് ചെയ്ത്, ഇതാണ് എൻ്റെ റൊട്ടീൻ. വീഡിയോ ചെയ്യാൻ തന്നെ ചില സമയത്ത് ഭയങ്കര ടയർഡായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഈ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എനിക്ക് സൺഡേ ആയിരിക്കും ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സൺഡേസിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ 3-4 സൺഡേ ആയിട്ട് ഞാൻ വീട്ടിലേക്കൊരു നൈറ്റൊക്കെ ആയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. കുറച്ച് റഷ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. ഓക്കെ, പിന്നെ എന്താ ഇപ്പോൾ പറയാനാണ്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ചില കമൻസ്, എല്ലാവരും പറഞ്ഞു സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ സ്കിൻ കെയർ റുട്ടീനൊന്നും ഇല്ല ഇതുവരെ. എനിക്ക് അങ്ങനെ ഒരു റുട്ടീനായിട്ടൊന്നുമില്ല. എനിക്ക് ഫേസ് ഭയങ്കരമായിട്ട് ടാൻ ചെയ്തിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് ഒരു പൗഡർ മേടിച്ച് അതിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യും. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു സ്കിൻ കെയർ റുട്ടീൻ ഇപ്പം ഇല്ല. ഞാൻ സിറംസ് ഒക്കെ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഞാനിപ്പം യൂസ് ചെയ്യുന്നില്ല. ഓൺലി മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ മേക്കപ്പ്, എൻ്റെ അടുത്ത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസും ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ കാര്യമായിട്ട് അറിയില്ല. കാരണം ഒരു ബേസിക് അറിയാം, പക്ഷെ ഭയങ്കര എക്സ്പെർട്ട് ഒന്നുമില്ല. ഞാനങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇടൽ വളരെ കുറവാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ ഈ ഒരു സ്കിൻ ടോണാണ് ഇഷ്ടം. പിന്നെ എനിക്ക് നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും ഞാൻ മുതിർന്നിട്ടില്ല. സോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ വിചാരിച്ചതിനേക്കാളും, ഞാൻ നേരത്തെ ഷോർട്സ് വീഡിയോസ് ത്രൂ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് ഗ്രോത്ത് ഉണ്ട്. ഇത് പറഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ ഇവളെ എഫക്റ്റ് ഒക്കെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിൽ ഞാനൊരു
60% എനിക്ക് ഞാനത് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവളെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പക്ഷെ ഞാൻ വിചാരിച്ചത് എനിക്കൊരു അറൗണ്ട് ഒരു 6 മന്തൊക്കെ എടുക്കും ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അത് കഴിഞ്ഞ് മോണിറ്റൈസ് ചെയ്തിട്ടൊക്കെ ആവാനായിട്ട് ഒരു 2-3 വർഷമൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തുടങ്ങിയ ആ മാസം തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് എനിക്കൊരു താങ്ക്ഫുൾ വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല. അതിട്ടില്ല എന്ന് തോന്നുന്നു. അതെന്താന്ന് എനിക്ക് അപ്പോഴത്തെ സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നു. പിന്നെ വീക്കിലി എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിപ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയാനായിട്ട് ഞാൻ ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും മിനിമം പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പം ഒരു 10 മണി ആയാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സമയം നോക്കുന്നില്ല. എനിക്കറിയില്ല അത് മിസ്റ്റേക്ക് ആണെന്നുള്ളത്. ഈവൻ എനിക്കിപ്പം ആ ഒരു 24 hours എപ്പോഴാണോ ഞാൻ ഫ്രീ ആവുന്നത്, എപ്പോഴാണോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഒരു വീഡിയോയിലും ഡെയിലി ഷോർട്സ് ആയിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാസം കൊണ്ട് എന്നെ ഇപ്പോൾ 70 above വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ട്രാക്കിലാണ്. ഇനി ലോങ് വീഡിയോസിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യണം. കാരണം ലോങ് വീഡിയോസ് ചെയ്താലാണ് എനിക്ക് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഓരോ സ്റ്റെപ്പും കുറേശ്ശെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം അതിലേക്ക് എത്താന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ വീഡിയോസ് ചെയ്യണം. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. എനിക്ക് വേറെ ആരും എഡിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. കാരണം ഓരോ കാര്യങ്ങളിലും എനിക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്യണം. എനിക്ക് എഡിറ്റിങ്ങിന്റെ കാര്യത്തിലൊന്നും വേറെ ആരും തന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. സോ യാ. പിന്നെ എൻ്റെ അടുത്ത് ഏതാണ് ഫോൺ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തത് iPhone 17 ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ 128 GB എടുത്തിട്ട് എനിക്ക് കാര്യമില്ല. കാരണം വീഡിയോസൊക്കെ എന്തായാലും സ്റ്റോറേജ് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഞാൻ 17 തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്തു. ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യാം. സമയം പരിമിതമാണ്. എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എത്ര പേര് കാണുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് പേരായിരിക്കും കാണുന്നതായിരിക്കുക. കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചേച്ചി ഞാൻ ബിഗ് ഫാനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനെ കാണുമ്പോൾ എന്തിനായിട്ട് ഫാൻ ആവണേ ഞാൻ കളിക്കും. അപ്പോൾ ഫാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്നെ കാണണ്ട. ലൈക്ക് നിങ്ങളുടെ ഇടയിലുള്ളൊരു ഒരു കൊച്ച്, ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു ചേച്ചി, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ കണ്ടാൽ മതി. എനിക്ക് ഫാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ. പിന്നെ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യൂ. എന്തൊക്കെ കോണ്ടന്റ് ആണ് നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ കോണ്ടന്റ് ആണ്. ഡാൻസ് എൻ്റെ അടുത്തൊരു വാവ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിച്ചിരിക്കണം എന്നുള്ളത്. ഡാൻസ് നിങ്ങൾക്ക് കളിക്കാം. അത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അറിയത്തില്ല, ഡാൻസ് ഒക്കെ ചെയ്യാം. പിന്നെ എനിക്ക് നെക്സ്റ്റ് എൻ്റെ ഇനി വരുന്ന വീഡിയോസ് എനിക്ക് തോന്നിയാൽ എൻ്റെ മെയിൻലി റൂം മേക്ക് ഓവർ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ റൂം ഒരു കളർ തീമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കളറുണ്ട്. ഒന്ന് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ, എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളറില്ലേ, അതും വൈറ്റും. ആ ഒരു തീമിലേക്ക് പോകണമെന്നുണ്ട്. ബേബി റോസ് എന്തായാലും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു കളർ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ലാവൻഡർ. ഞാൻ ഫോൺ ചൂസ് ചെയ്തപ്പോൾ ഞാൻ ലാവൻഡറാണ് ചൂസ് ചെയ്തത്. ഗ്രീനും ലാവൻഡറും എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ ലാസ്റ്റ് ലാവൻഡർ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ലാവൻഡർ, പിസ്ത ഗ്രീൻ, അല്ലെങ്കിൽ ഒരു ഒരു ഓഷ്യൻ പെയിൽ ബ്ലൂ ഒക്കെ ഇല്ലേ, വെച്ചാൽ ഭയങ്കര എരിച്ചിരിക്കുന്ന ബ്ലൂ അല്ല, ഒരു കാണുമ്പോൾ തന്നെ ഒരു സമാധാനമുള്ളൊരു ബ്ലൂ, ആ ഒരു ബ്ലൂ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു 3 കളറാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്കത് പറയാം. അതിനനുസരിച്ചുള്ള എനിക്കത് ഓക്കെ ആവാണ്. ഇപ്പം എനിക്ക് ആ കളർ കാണുമ്പോൾ എനിക്കൊരു ഡേ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്സസറീസും കാര്യങ്ങളും ഡെക്കറേഷൻസ് ഒക്കെ മേടിച്ച് കേർട്ടൻസ് ഒക്കെ മേടിച്ച് ഒരു റൂമിൻ്റെ ഒരു കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വിചാരിക്കണം. കാരണം ഇതിപ്പോൾ ഭയങ്കര പ്ലെയിൻ വോളാം. എനിക്ക് കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു സുഖമില്ല. കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പ്ലെയിൻ സർഫസിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖമില്ല. പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ്സ് ഒക്കെ ഇങ്ങനെ മേടിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതായിരിക്കും എൻ്റെ നെക്സ്റ്റ് ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ലോങ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെ ഇടയിൽ ഫോൺ എടുത്തിട്ട് എനിക്ക് ഓൺ വോയിസ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. കുറച്ച് ഭയങ്കര നാണം. ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അതൊന്നും പാടില്ല. എനിക്ക് കുറച്ചും കൂടെ നമ്മളിങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളത് വേണം. പക്ഷെ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ആൾക്കാരെന്ത് വിചാരിക്കും, അവർക്കൊരു ബുദ്ധിമുട്ടാവോ, ഒരു സിവിക് സെൻസ് എന്നൊക്കെ വർക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വരും. ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടാണോ അവസാനം. സോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാന്നുള്ളത് ഒരു ഡേ വീട്ടിലുള്ളപ്പം വേണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ബിക്കോസ് എൻ്റെ വീട്ടിലുള്ളവരല്ലേ കാണുള്ളൂ. ഓക്കെ. പിന്നെന്താ ഇപ്പം പറയാനുള്ളത്? എന്നോട് പിന്നെ കുറേ പേര്
ലിപ്സ്റ്റിക് ഏതാണ്, ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞു തുടങ്ങി ലിപ്സ്റ്റിക് ഇടല് നീ നിർത്ത് മതി, ആ വീഡിയോസ് ഇനി വേണ്ടാന്ന്. പക്ഷെ എനിക്ക് അവർക്കറിയില്ലല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് വരുന്നത് ലിപ്സ്റ്റിക്കിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസും കൂടെ ചെയ്യാം. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവര് ഉണ്ടല്ലോ, കുറേ കുഞ്ഞുമക്കളാണ്. ഇച്ചിരി 5-ല് 7-ല് 8-ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർക്ക് ചേച്ചി എന്നൊക്കെ വിളിച്ചിങ്ങനെ അവരൊക്കെ പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ ആക്ച്വലി നല്ല ഇഷ്ടമാണ്. ഞാൻ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സിനും വോയിസ് റിപ്ലൈ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ചെറിയൊരു ഹാർട്ടെങ്കിലും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ടിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ടൈം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്നെ കൺസിഡർ ചെയ്തിട്ട് ടൈം എനിക്ക് വേണ്ടി ഇടുന്ന കമന്റ്സ് അല്ലേ. അപ്പം ഞാൻ അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. സോ ഞാൻ മാക്സിമം എല്ലാവർക്കും കമന്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 5-ലാണ് പഠിക്കണേ, ഞാൻ 7-ലാണ് പഠിക്കണേ. അപ്പോൾ അങ്ങനെ കുഞ്ഞുമക്കളെ ആണ് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെന്താ, എനിക്ക് പിന്നെ കൂടുതലും ഗേൾസ് ഒക്കെ വന്നിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മോർ ദാൻ അത് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ കേൾക്കുന്നതാണെങ്കിൽ എൻ്റെ ഒരു വിചാരം. കാരണം എനിക്ക് മോർ ദാൻ ബോയ്സ് വന്നിട്ട് എന്നെ കോംപ്ലിമെന്റ് ചെയ്യണതിനേക്കാളും എനിക്ക് ഭയങ്കര എനിക്ക് എഫക്റ്റ് ചെയ്യുക ഇപ്പൊ ഒരു ഗേള് വന്നിട്ട് കാണാൻ കൊള്ളാട്ടോ, അല്ലെങ്കിൽ അത് നല്ലതാട്ടോ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അതെന്തോ എനിക്കറിയില്ല, ഗേൾസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര റയർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പറഞ്ഞ എന്താ വിചാരിക്കാച്ച ഞാൻ പറയില്ല. അപ്പോൾ ഗേൾസിനെ വന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല എന്താന്നുള്ളത്. സോ കുറെ ഗേൾസ് ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഒന്നും തോന്നാറില്ല. എന്നെ വിഷമിപ്പിക്കാനാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ കളയാണ്. ബിക്കോസ് അതൊക്കെ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇങ്ങനെയൊക്കെ വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഒരു 70% ഞാൻ സ്ട്രോങ് ആണ്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതർവൈസ് ഞാനെല്ലാം ഇപ്പം എന്തെങ്കിലും കമന്റ് വരുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ഡിയർ മേ ഗോഡ് ബ്ലെസ് യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിടല്. എന്തെങ്കിലും പറയട്ടെ, അവർക്ക് വേറെ തൊഴിലിരഹിതരാണവർ. സോ അവരങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലപ്പം അഭിപ്രായങ്ങൾ പറയും, എടാ ഇത് നന്നായിട്ടില്ല, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അതൊക്കെ ഭയങ്കര ജെന്യുവൻ ക്രിറ്റിസിസം ആണ്. ഞാനത് മാക്സിമം ഓക്കെ നമുക്ക് സെറ്റാക്കാം, അങ്ങനെ തന്നെയാണ് റിപ്ലൈ കൊടുക്കല്. നെഗറ്റീവും നമ്മൾ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. സോ അത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണേ. അങ്ങനെ അപ്പൊ നിങ്ങളിങ്ങനെ കമന്റ് ഒക്കെ ചെയ്യൂ, ഇതൊക്കെ വേണം എന്നുള്ളത്. പിന്നെ Q&A ചെയ്യാൻ പറഞ്ഞു. Q&A ഇനിയിപ്പം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കണം വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അതേ ദിവസം Q&A ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം, എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും ടാഗ് ചെയ്ത് കൊടുക്കാറായിട്ടില്ല. കാരണം അതിനുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ഒന്നും എൻ്റെ കംപ്ലീറ്റഡ് ആയിട്ടില്ല. എന്തോ ക്രൈറ്റീരിയസ് ഒക്കെ ഇനിയും കുറച്ചും കൂടെ കംപ്ലീറ്റഡ് ആവാനുണ്ട്. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യൂസിന്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന പ്രൊഡക്ട്സ് എങ്ങനെ ചെയ്യും, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ബൈ.